ഇവിടെ തൊട്ടപ്പുറത്ത് തമിഴ്നാടാ. അവിടെ വീടില്ലാത്തൊരു വിഷമമുണ്ടോ? പിന്നെ വിഷമമില്ലേ, എന്ത് പറയാൻ. നമുക്ക് ഇവിടെ ഭയങ്കര കറണ്ട് ചാർജാണ്. അവിടെ 3 ഇരട്ടിയുണ്ട്. അവിടെ 200 രൂപയാണെങ്കിൽ നമുക്ക് 1000 രൂപ വരെ പോകുന്നുണ്ട്. പിന്നെ വെള്ളമില്ല, അവിടെ വെള്ളം ഫ്രീ ആണ്. കറണ്ട് ബില്ല് എനിക്കൊക്കെ 215 രൂപയാണ് ഈ മാസം വന്നത്. എനിക്ക് മോട്ടറുണ്ട്, 2 ഫാനുണ്ട്, ഒരു 5-6 ലൈറ്റ് ഓടും, ഹാൻഡ് പാക്സും ഓടും. ഇപ്പൊ കേരളത്തിലാർക്കാണെങ്കിൽ എങ്ങനെ നോക്കിയാൽ എനിക്ക് 215 രൂപ, അവർക്ക് 800 900. റേഷൻ കടയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നത്? റേഷൻ കടയിൽ നമുക്ക് കിട്ടുന്നത് ഒരാൾക്ക് 5 കിലോ വീത് 4 പേര് ഒരു കുടുംബത്തിൽ അംഗങ്ങൾ ഉണ്ടായിരുന്നാൽ അവർക്ക് 20 കിലോ കിട്ടും. പിന്നെ 2 കിലോ പഞ്ചസാര കിട്ടും. പിന്നെ 1 കിലോ പരിപ്പ് കിട്ടും. പിന്നെ 1 ലിറ്ററിന്റെ പാമായിൽ കിട്ടും. പിന്നെ ഗോതമ്പ് ഉണ്ടെങ്കിൽ ഗോതമ്പ് കിട്ടും. 2 സിലിണ്ടർ ഉള്ളവർക്ക് മണ്ണെണ്ണ കിട്ടില്ല, 1 സിലിണ്ടർ ഉള്ളവർക്ക് മണ്ണെണ്ണ കിട്ടും. അത് 2 ലിറ്ററിന്റെ മണ്ണെണ്ണ കിട്ടുന്നത്. എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് സർക്കാർ തരുന്നത് സ്ത്രീകൾക്ക്? 1000 രൂപ മാസം തരണത്. പിന്നെ ബസ് ഫ്രീ. ഇവിടുത്തെ ബസ്സിലാണെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. അതിലാണെങ്കിൽ തമിഴില് മകളിർക്ക് ഇലവസം എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് ഫ്രീ ബസ്സാണ്. കേരളത്തെ ഇവിടെ വില കുറവ് തമിഴ്നാട്ടിൽ. മദ്യത്തിന് കേരളത്തിലാണോ വില കൂടുതൽ, തമിഴ്നാട്ടിലാണോ? കേരളത്തിലാണ് വില കൂടുതൽ, തമിഴ്നാട്ടിൽ വില കുറവ്. അതായത് തമിഴ്നാട്ടിൽ ഒരു ക്വാർട്ടറിന് 135, കേരളത്തില് 180. ക്വാളിറ്റി എല്ലാം ഒന്നുമില്ല. അപ്പുറത്തെ സർക്കാർ നൽകുന്ന മുഴുവൻ സൗജന്യങ്ങളും നൽകണമെന്ന് അഭിപ്രായമില്ല. പക്ഷേ ജനങ്ങളെ ഇങ്ങനെ പിഴിയരുത്.